പാഠം വായിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ പോളിയയിലത്തെ ക്വസ്റ്റ്യൻ ആൻസറുകളൊന്ന് നോക്കാം. മൈക്കൽ സോഷ്യൻകോവിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അതിൽ പെട്ടതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്ക്. ഹൗ ഡിഡ് ദ ലൈഫ് ഇൻ ദ സിറ്റി ചേഞ്ച് പോളിയാസ് ഹസ്ബൻഡ്? ഇപ്പോൾ പോളിയയുടെ ഹസ്ബൻഡും പോളിയയും ദേ വർ ലിവിങ് വില്ലേജ് ലൈഫ്. ദേ വർ ലിവിങ് ഇൻ എ വില്ലേജ്. ആ വില്ലേജിൽ നിന്നാണ് ദേ ഷിഫ്റ്റഡ് ടു സിറ്റി. ആൻഡ് ആ മാറ്റം, വാട്ട് ഈസ് എ ചേഞ്ച് ദറ്റ് ഹാഡ് ഹാപ്പൻഡ്, എന്താണ് ഉണ്ടായത്, അതെവിടെയാണ് അതിൻ്റെ ആൻസർ ഉള്ളത്? നോക്കൂ. പോളിയാസ് ഹസ്ബൻഡ് ഹൗവർ വാസ് എ റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഒഫീഷ്യൽ. ഹി ഹാഡ് വൺസ് ബീൻ എ സിമ്പിൾ പേഴ്സൺ. അപ്പം അതിൽ എവിടെ നിന്ന് തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം? ഇവിടെ 5 years in the city had 5 years in the city had taught him a lot, not only how to write his name but also how to be a successful officer. എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം? ഇവിടെ 5 വർഷത്തെ ജീവിതം, ലൈഫിൽ സിറ്റിയിലെ ജീവിതം എഴുതാനും വായിക്കാനും മാത്രമല്ല. ഇപ്പോൾ വില്ലേജിലിരിക്കുന്ന സമയത്ത് എഴുതാനും വായിക്കാനും എന്ന് പറഞ്ഞില്ല, പക്ഷേ ഇവിടെ ടൗണിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പം എഴുതാനും വായിക്കാനും മാത്രമല്ല പഠിച്ചത്, അതിൻ്റെ കൂടെ ഹി ബിക്കെയിം എ സക്സസ്ഫുൾ ഓഫീസർ. നല്ലൊരു ഓഫീസർ ആയി, ഗവൺമെൻറ് സർവൻ്റായി മാറാനും കൂടെ ഈ ദിവസങ്ങളിൽ ലൈഫ്, സിറ്റി ലൈഫ് പോളിയയുടെ ഹസ്ബൻഡിനെ സഹായിച്ചു. അപ്പോൾ അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് വാസ് പോളിയാസ് റെസ്പോൺസ് വെൻ ഹർ ഹസ്ബൻഡ് ആസ്ക്ഡ് ഹർ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? പോളിയയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. അപ്പോൾ പോളിയയുടെ ഹസ്ബൻഡ് ഹി ആസ്ക്ഡ് ഹർ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ അതിന് ഉണ്ടായ മറുപടി എന്തായിരുന്നു? പോളിയ എന്താ പറഞ്ഞത്? പോളിയയുടെ ഹസ്ബൻഡ്, പോളിയ യു ഓട്ട് അറ്റ്ലീസ്റ്റ് ലേൺ ഹൗ ടു റൈറ്റ് യുവർ നെയിം. പേരെങ്കിലും എഴുതാൻ പഠിക്കുക. എൻ്റെ ഫസ്റ്റ് നെയിം, മൈ ലാസ്റ്റ് നെയിം ഈസ് അൻ ഈസി വൺ, 2 syllables, കുഷ്കിൻ, ഇവാൻ നിക്കോളവിച്ച് കുഷ്കിൻ. അപ്പോൾ അതിലെ കുഷ്കിൻ എന്നുള്ളത് ചെറിയ കുറച്ച് പേരേ ഉള്ളൂ, അതെങ്കിലും എഴുതാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പം പോളിയയുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ പറഞ്ഞത്? പോളിയ, അതെവിടെ അതിൻ്റെ ഉള്ളത്? പോളിയ യൂസ് ടു വേവ് ഇറ്റ് എസൈഡ്. അങ്ങനെ പറഞ്ഞതിനെ പോളിയ വേവ് ഇറ്റ് എസൈഡ്, തല വാട്ടി മാറ്റുകയാണ് ചെയ്യാറ്. എന്താ എന്നിട്ട് പറയുക? ദർ ഈസ് നോ യൂസ് ഇൻ ട്രൈയിങ് ടു ലേൺ ഇറ്റ് നൗ ഐവാൻ. ഷി വുഡ് ആൻസർ, ഐ എം ഗെറ്റിംഗ് ഓൾ, മൈ ഫിംഗേഴ്സ് ആർ ഗെറ്റിംഗ് സ്റ്റിഫ്, വൈ ഷുഡ് ഐ ട്രൈ ടു റൈറ്റ് ഇറ്റ് നൗ, ലെറ്റ് ദ യങ് വൺസ് ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ അതിൽ എന്താ, ഇതിനെയൊക്കെ പാടെ ചേർത്തിട്ട് നമ്മളുടെ സ്വന്തമായിട്ടുള്ള വാചകത്തിൽ എഴുതുകയാണ് വേണ്ടത്. എന്താ? Polya used to wave it aside and she denied it by saying that it is long past the age for learning. പഠിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇതിനെ ഡിനൈ ചെയ്യുകയാണ് പോളിയ ചെയ്യാറ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു യു തിങ്ക് ഡു യു തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്? പുസ്തകം എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടാക്കുമോ എന്നാണ് ചോദ്യം. ഏത് പുസ്തകത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്? But one day Ivan Nikolaevich Pushkin did bring him a special little book. ഒരു സ്പെഷ്യൽ ലിറ്റിൽ ബുക്ക് കൊണ്ടുവന്ന് കാണിച്ചു. Here Polya, he said, is the Teach Yourself Russian. എവിടെ നോക്ക്, Teach Yourself Russian, which is based on up-to-date methods. I am going to show you how to use it. ആ പുസ്തകത്തിനെ പറ്റിയാണ് പറയുന്നത്. ഏതാണ്? Teach Yourself Russian. അത് ആ പുസ്തകത്തിൻ്റെ പേരാണ്. കണ്ടോ അതിലെവിടെ? ഇതാ, ടീച്ച് യുവർ സെൽഫ് റഷ്യൻ, അത് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകമാണ് പോളിയയുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് കൊടുത്തത്. എന്തിനാണ്? സ്വയമായിട്ട്. ഇനി സ്കൂളിലൊന്നും പോകാൻ പറ്റുന്ന ഏജ് അല്ലല്ലോ, അപ്പം സ്വയം എഴുതാൻ, റഷ്യൻ പഠിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് കുഷ്കിൻ കൊണ്ടുവന്ന് തന്നത്. ആ പുസ്തകത്തിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ, ഡു യു തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്? ആ പുസ്തകം കൊണ്ട് എന്തെങ്കിലും പോളിയയ്ക്ക് ഗുണമുണ്ടാവുമോ? അത് നിങ്ങൾ സ്വന്തമായിട്ടാണ് അതിന് ഉത്തരം എഴുതേണ്ടത്. എന്താ എഴുതുക? അപ്പോൾ ഇഫ് യെസ് ആണെങ്കിൽ എന്തുകൊണ്ട്, നോ ആണെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ ഐ തിങ്ക് ദ ബുക്ക് വിൽ നോട്ട് ഹാവ് എനി ഹെൽപ്പ് ഫോർ പോളിയ. എന്താ കാരണം? പോളിയ ഷീ വാസ് നോട്ട് റെഡി ടു ലേൺ ആൻഡ് ഷീ വാസ് ഡിനൈയിങ് ടു ഇവാൻസ് റിക്വസ്റ്റ് വെൻ ഹി ആസ്ക്ഡ് ഹെർ ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. എഴുതാനും വായിക്കാനും പറഞ്ഞപ്പോൾ ഡിനൈ ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദ ബുക്ക് വിൽ ബി ഓഫ് എനി ഹെൽപ്പ്. അതാണ് എൻ്റെ ഉത്തരം. നിങ്ങൾക്ക് വേറെ ഉത്തരമാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് അതിന് ഉത്തരം എഴുതുക. ഇനി അടുത്തത് നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയാസ് ആറ്റിറ്റ്യൂഡ്?
ഡു യു എഗ്രി വിത്ത് ഹെർ? അത് നിങ്ങളുടെ സ്വന്തമായിട്ടാണ് എഴുതുന്നത്. ഞാൻ ഉത്തരം പറഞ്ഞാൽ ആവില്ല. എന്താ കാരണം? പോളിയയുടെ ഈ ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ പഠിക്കാൻ പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന പോളിയയുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡു യു എഗ്രി വിത്ത് ഹെർ? അവളോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഐ നെവർ എഗ്രി വിത്ത് പോളിയ. ഞാൻ പോളിയായിട്ട് എഗ്രി ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ദർ ഈസ് നോ ഏജ് ഫോർ ലേണിംഗ്. ലേണിംഗ് ഹാസ് ടു ടേക്ക് പ്ലേസ് ടിൽ ഡെത്ത്. മരണം വരെ നടക്കേണ്ട കാര്യമാണ് പോളിയ ലേണിംഗ് എന്ന് പറയുന്ന സാധനം. സോ മൈ ആൻസർ ഈസ് ഐ ഡോണ്ട് എഗ്രി വിത്ത് പോളിയ. ലേണിംഗ് ഹാസ് ടു ടേക്ക് പ്ലേസ്. ദർ ഈസ് നോ ഏജ് ഫോർ ലേണിംഗ്. ലേണിംഗ് ഹാസ് ടു ടേക്ക് പ്ലേസ് ടിൽ ഡെത്ത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. നിങ്ങളുടെ ആൻസർ എന്താണെങ്കിൽ ആ രീതിക്ക് ആൻസർ എഴുതാം. ഇനി നോക്കാം എന്താ ഉണ്ടായത്. പോളിയയ്ക്ക് ആ പുസ്തകം കിട്ടിയപ്പോൾ പോളി എന്താ ചെയ്തത്? പോളിയ ഗാവ് എ ക്വയറ്റ് ലാഫ്, ടുക്ക് ദ ബുക്ക് ഇൻ ഹെർ ഹാൻഡ്സ്, ടേൺഡ് ഇറ്റ് ഓവർ ആൻഡ് ഹൈഡ് ഇറ്റ് ഇൻ ദ കബോർഡ്. നേരെ സേഫായിട്ട് കബോർഡിൽ വെച്ചു. എന്നിട്ട് എന്താ പറഞ്ഞാൽ? ലെറ്റ് ഇറ്റ് ബി ദർ, മേ അവർ ഗ്രാൻഡ് ചിൽഡ്രൻ വിൽ ഹാവ് സം യൂസ് ഓഫ് ഇറ്റ്. അത് പേരക്കുട്ടികൾക്ക് ചെറിയ യൂസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചു. ഇനി അടുത്തത് പിന്നെ എന്താ ഉണ്ടായത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 5th ക്വസ്റ്റ്യൻ. വാട്ട് മെയ്ഡ് പോളിയ കൺക്ലൂഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൻ? ഹൗ ഡിഡ് പോളിയ റിയാക്ട്? എങ്ങനെയാണ് ഒരു പോളിയയുടെ ഹസ്ബൻഡ് വേറൊരു പെൺകുട്ടി, ഒരു സ്ത്രീയായിട്ട് സ്നേഹത്തിലാണെന്ന് കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന സംഭവങ്ങൾ എന്താ ഉണ്ടായത് നോക്ക്. one day Polya sat down to work. She had to mend a jacket for Ivan. The sleeve was torn. ഐവാൻ്റെ ജാക്കറ്റ് ഇങ്ങനെ തുന്നിയായിരുന്നു. സോ പോളിയ സാറ്റ് ഡൗൺ ഓൺ ദ ടേബിൾ, ടുക്ക് ദ നീഡിൽ ആൻഡ് പുട്ട് ഹെർ ഹാൻഡ് അണ്ടർ ദ ജാക്കറ്റ്. ഷീ ഹെഡ് സംതിങ് റസ്ലിംഗ്. പോക്കറ്റിൽ നിന്ന് ദർ വാസ് സംതിങ് റസ്ലിംഗ്. എന്താ റസ്ലിംഗ് എന്ന് പറഞ്ഞാൽ? പേപ്പർ ഇങ്ങനെ എഴുതുന്ന ശബ്ദമല്ലേ? അങ്ങനെ ഒരു ശബ്ദം കേട്ടു. മേ ബി ദർ ഇസ് മണി ഇൻ ഇത്. ഇപ്പോൾ ഭർത്താവിൻ്റെ ഇത് തുന്നുമ്പോൾ അതിൽ പേപ്പർ കഷ്ണം കണ്ട പൈസ ഉണ്ട് എന്ന് വിചാരിച്ചു. ഷീ ലുക്ക്ഡ് ഇൻസൈഡ് ആൻഡ് ഫൗണ്ട് എ ലെറ്റർ. ഇവിടെ പൈസ അല്ല ഉള്ളത്. എന്താ ഉള്ളത്? ദർ വാസ് എ ലെറ്റർ. ഇറ്റ് വാസ് എ നൈസ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്. എങ്ങനെയാണുള്ളത്? നൈസ് ക്ലീൻ ആയിട്ടുള്ളൊരു ലെറ്റർ വിത്ത് നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്. ദ പേപ്പർ സ്മെൽഡ് ഓഫ് പെർഫ്യൂം. പേപ്പറിന് പെർഫ്യൂമിൻ്റെ സ്മെല്ലും. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് മെയ്ഡ് പോളിയ കൺക്ലൂഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൻ? അതാണ്. എന്താണ് നോക്ക്. അതിൻ്റെ ആൻസറാണ് ഇവിടെ ഉള്ളത്. ഇറ്റ് വാസ് ദ ലെറ്റർ. ഇറ്റ് വാസ് എന്നുള്ളതിനെ മാറ്റിയിട്ട് നമുക്ക് ലെറ്റർ എന്ന് തുടങ്ങാം. ലെറ്റർ വാസ് എ നൈസ് ക്ലീൻ വൺ വിത്ത് എ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല കൈയക്ഷരം, നല്ല സ്ത്രീകളുടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പേപ്പർ സ്മെൽറ്റ് ഓഫ് പെർഫ്യൂം. അതിന് പെർഫ്യൂമിൻ്റെ വാസനയും. ആൻഡ് ഇറ്റ് വാസ് ഇൻ എ ബ്ലൂ എൻവലപ്പ്. ഇതൊക്കെ. സോ പോളിയ കൺക്ലൂഡഡ് ദാറ്റ് ഹെർ ഹസ്ബൻഡ്, the letter was from a lady. So she concluded that her husband was in love with another woman. അപ്പോൾ അതാണ് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആ ക്വസ്റ്റ്യൻ ഒരു ഭാഗം കൊണ്ടുണ്ട്. ഹൗ ഡിഡ് പോളിയ റിയാക്ട് ടു ഇറ്റ്? ആ കത്തിന് പോളിയ എങ്ങനെ റിയാക്ട് ചെയ്തത്? സാധാരണ ഒരു സ്ത്രീകളെ പോലെ പോളിയ, ഇതെവിടെ നോക്ക്, ഈ ഭാഗം കൂടെ. പോളിയ started to cry and began thinking about how Ivan seemed to have changed lately. ഇതും കൂടെ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ചേർക്കണം. ഇതിൽ ഈ ദിവസങ്ങൾ കൊണ്ട് എന്താണ് മാറ്റങ്ങളാണ് ഹസ്ബൻഡിലുണ്ടായത് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഭാഗം കൂടെ ആ ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ്. ഈ കത്ത് കണ്ടപ്പോൾ ഇനി അടുത്ത 6th ക്വസ്റ്റ്യൻ നോക്ക്. വൈ ഡിഡ് ഷീ ഡിസൈഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്? എന്തുകൊണ്ടാണ് പോളിയ എഴുതാനും വായിക്കാനും പഠിക്കണം എന്ന് തീരുമാനിച്ചത്? ഇപ്പോൾ നോക്കൂ, ഷീ ഫൗണ്ട് എ ലെറ്റർ ഇൻ ഹെർ ഹസ്ബൻഡ്സ് ജാക്കറ്റ് ആൻഡ് ഷീ ഡിസൈഡഡ് ദാറ്റ് her husband was in love with another woman. She was unable to read the letter. കത്ത് വായിക്കാൻ പറ്റിയില്ലല്ലോ. She was unable to read the letter and she wanted to know the content of the letter. കത്തിൽ എന്താ ഉള്ളതെന്ന് അറിയണം. So she decided to learn to read and write. അപ്പോൾ ആ കത്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതാനും വായിക്കാനും പഠിക്കാൻ പോളിയ തീരുമാനിച്ചത്. അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്ക്. വൈ ഡിഡിൻ പോളിയ ടെൽ ഹെർ ഹസ്ബൻഡ് എനിത്തിങ് അബൌട്ട് ദ ലെറ്റർ? ആ കത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പോളിയ ഹസ്ബൻഡിനോട് പറയാതിരുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കത്ത് എന്നൊക്കെ ചോദിച്ച് വീട്ടിലൊരു ബഹളം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഷീ ഡിഡിൻ ടെൽ എനിത്തിങ്
ആൻഡ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും പറയാതിരുന്നത്? ഷീ വാസ് വെരി വൈസ് അല്ലേ, നല്ല ബുദ്ധിയുണ്ട്. ആൻഡ് ഷീ വാണ്ടഡ് ടു മേക്ക് ഇറ്റ് മേക്ക് എ കൺഫർമേഷൻ, ഒരു ഉറപ്പ് വരുത്തണം. അത് സ്ത്രീകൾ സ്നേഹത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം. അതിനെന്ത് ചെയ്യണം? ഈ കത്ത് വായിക്കാൻ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പോളിയ ഡിഡിൻ ടെൽ ഹർ ഹസ്ബൻഡ് എനിത്തിങ് അബൌട്ട് ദ ലെറ്റർ. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിന് ഉത്തരം എഴുതുക? ഷീ വാണ്ടഡ് ടു കൺഫേം വെദർ ഹർ ഹസ്ബൻഡ് വാസ് ഇൻ ലവ് വിത്ത് അനദർ വുമൻ ഓർ നോട്ട്. സോ ഷീ ഡിഡിൻ ടെൽ ഹർ ഹസ്ബൻഡ് എനിത്തിങ് അബൌട്ട് ദ ലെറ്റർ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് മെയ്ഡ് നിക്കോളോവിച്ച് ഓവർജോയ്ഡ്? നിക്കോളോവിച്ച് ഓവർജോയ്ഡ് എന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിലായി എന്ന് പറയുന്ന വരികൾ എവിടെയുള്ളത്? നോക്കുക, ഇവിടെ കാണാം. ഐവൻ നിക്കോളോവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ഇറ്റ്. എപ്പോഴാണ് സന്തോഷമായത്? ടു ഹിയർ. ഐവൻ നിക്കോളോവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ദാറ്റ് ഹർ ഹസ്ബൻഡ് പോളിയ വാണ്ടഡ് ടു ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ എന്താ ഉത്തരം അറിയുക? ഐവൻ നിക്കോളോവിച്ച് വാസ് ഓവർജോയ്ഡ് ടു ഹിയർ ദാറ്റ് പോളിയ വാണ്ടഡ് ടു ലേൺ റീഡ് ആൻഡ് റൈറ്റ്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്ക്രൈബ് ഹൗ പോളിയ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. എങ്ങനെയാണ് പോളിയ എഴുതാനും വായിക്കാനും പഠിച്ചത്? അത് പറയുന്ന വരികൾ എവിടെ ഉള്ളത്? അതെവിടെ ഉള്ളത്? ഇതാ ഇവിടെ കണ്ടോ, 9ാമത്തെ. ഫോർ 2 silent months Polya studied every day. She patiently put together the words, learned to form the letters and memorize the sentences. അങ്ങനെ ഇതുവരെയ്ക്കുള്ളത്. ഇങ്ങനെയാണ് പോളിയ എഴുതാനും വായിക്കാനും പഠിച്ചത്. ഇനി നമുക്ക് പോളിയ വായിക്കാൻ പഠിച്ചോ? ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മെല്ലെ മെല്ലെ വായിച്ച് ദിവസവും എടുത്ത് നോക്കും. ലെറ്റർ എടുത്ത് ഇങ്ങനെ നോക്കും. ഇറ്റ് വാസ് 3rd month ബിഫോർ പോളിയ ലേൺഡ് ഹൗ ടു റീഡ് 3 മാസമായി. വൺ മോർണിംഗ് വെൻ ഐവ നിക്കോളോവിച്ച് had gone out off to work, Polya took the letter out of the cupboard and started reading it. 3ാമത്തെ മാസം നിക്കോളോവിച്ച് പോയപ്പോൾ she took out the letter and began to read it. ആ കത്ത് വായിക്കാനുള്ള പരുവത്തിലേക്ക് ആയി പോളിയ അല്ലേ. ഇറ്റ് വാസ് her to understand the small hand writing. നോർമലി ഇങ്ങനെ എഴുതാൻ പെട്ടെന്ന് വായിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ എഴുതിയ അക്ഷരങ്ങൾ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. പ്രിൻ്റ് ചെയ്ത ലെറ്റർ പോലെ അല്ലല്ലോ. ദ സ്മോൾ ഹാൻഡ് റൈറ്റിംഗ് ബട്ട് ദ സ്ലൈറ്റ് സെൻറ്റ് ഓഫ് പെർഫ്യൂം ഫ്രം ദ paper pushed her on. The letter was addressed to Ivan Nikolaevich. ഐവാന് അഡ്രസ്സ് ചെയ്തത് തന്നെയാണ്. പക്ഷേ ആ വായിക്കാൻ അറിയില്ലെങ്കിൽ ആ പെർഫ്യൂമിൻ്റെ സെൻറ്റ് pushed her in reading. അതുകൊണ്ട് എങ്ങനെ വായിച്ച് എടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. എന്താ കത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ? ഐ ആം സെൻഡിങ് യു ദ ബുക്ക് ഐ പ്രോമിസ്ഡ്. ഇതാ ഞാൻ അയക്കുന്നു പുസ്തകം പ്രോമിസ് ചെയ്ത പോലെ. ഐ തിങ്ക് യുവർ വൈഫ് ഷുഡ് ബി ഏബിൾ ടു ലേൺ ഹൗ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ 2 or 3 months. അപ്പോൾ ആ ഏത് പുസ്തകത്തിനെ പറ്റി പറഞ്ഞാൽ ടീച്ച് യുവർ സെൽഫ് ഫ്രഷ് എന്ന് പറഞ്ഞ പുസ്തകം ഐവാൻ കൊണ്ടുവന്ന പുസ്തകമല്ലേ. ആ പുസ്തകം അയച്ചതിൻ്റെ ഒപ്പമുള്ള കത്താണത്. അപ്പോൾ അത് 2-3 മാസത്തിനുള്ളിൽ വായിക്കാൻ പഠിക്കും ഭാര്യ എന്ന് ഉറപ്പുണ്ട്. പ്രോമിസ് മീ ഓൾ ബോയ് ദാറ്റ് യു വിൽ മേക്ക് ഹെർ ഡു ഇറ്റ്. സോ യു ഹാവ് ടു ഡു ഇറ്റ്. ഡു ഇറ്റ്. ഭാര്യനെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കണം എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പ് നൽകണം. എക്സ്പ്ലെയിൻ ടു ഹെർ, മേക്ക് ഹെർ ഫീൽ ഹൗ ഡിസ്ഗസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു ബി ആൻ ഇല്ലിറ്ററേറ്റ് വുമൻ. ഇല്ലിറ്ററേറ്റ് വുമൻ ആവുന്നത് ഹൗ ഡിസ്ഗസ്റ്റിംഗ്. ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപമാനമാണ് ഇങ്ങനെ ഇല്ലിറ്ററേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു പോയി. മേക്ക് ഷുവർ യു ഡോണ്ട് ഫോർഗെറ്റ് ടു ടീച്ച് ഹെർ ടു റീഡ് ആൻഡ് റൈറ്റ്. ഐവൻ നിക്കോളോവിച്ച്. അങ്ങനെ ആ പുസ്തകം അയക്കുന്നതിൻ്റെ കൂടെയുള്ള കത്താണ് വിത്ത് റിഗാർഡ്സ് മരിയ. പോളിയെ സംശയിച്ചതുപോലെ അതൊരു ലെറ്റർ, ഒരു സ്ത്രീയുടെ ലെറ്റർ തന്നെയാണ്. പക്ഷേ അതെന്തിൻ്റെ ഒരു ലവ് ലെറ്ററാണോ? അത് അല്ല, ആ പുസ്തകത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലെറ്ററാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനൊക്കെ. വാട്ട് ഡിഡ് പോളിയ ഡു ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ? എന്താണ് പോളിയ ആ കത്ത് വായിച്ചു കഴിഞ്ഞതും എന്താണ് ചെയ്തത്? അതല്ലേ ഇതെവിടെ ഉള്ളത്? പോളിയ read the letter through twice, then pressing her lips together sadly and feeling somehow secretly insulted, she burst into tears. അപ്പോൾ എന്താ ചെയ്തത്? പോളിയ read the letter and then pressed the lips. പോളിയ ഇതെവിടെ നോട്ടിട്ട് 10ാമത്തെ
നമുക്ക് സ്വന്തമായിട്ടുള്ള വാചകത്തിലേക്ക് ആക്കി എഴുതണം കേട്ടോ. പോളിയ റെഡ് ദ ലെറ്റർ ത്രൂ ട്വൈസ്, then pressing her lips together sadly and feeling somehow secretly insulted burst into tears. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ ഷീ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഷീ ഫെൽറ്റ് വെരി മച്ച് എഷെയിംഡ്, വളരെ അപമാനം തോന്നി, അതുകൊണ്ടായിരിക്കാം അല്ലേ. ഓക്കെ, അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നു വെച്ചാൽ അത് എഴുതാം. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി ഡിസ്കസ്? ഈ കഥയുടെ അവസാനം ഇങ്ങനെയാണോ വരേണ്ടിയിരുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് വരേണ്ടിയിരുന്നത്? അത് സ്വന്തമായി എഴുതാനാണ് ആ ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ.